അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഹ്ലു കിതാബുകാരാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന യഹൂദികൾ അവരുടെ തന്നെ കിതാബിനോട് ഏത് രീതിയിലാണ് വർത്തിച്ചത് എന്നതാണ് അള്ളാഹു പറഞ്ഞത്. കിതാബിൻ്റെ ഒരു ഭാഗത്തെ വിശ്വസിക്കുന്നു, ഒരു ഭാഗം അംഗീകരിക്കുന്നു, മറ്റൊരു ഭാഗം അവർ തള്ളുന്നു. അവരുടെ ഈ സ്വഭാവം, അവരുടെ ഈ രീതിയൊക്കെ അള്ളാഹു പറയുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, നേരത്തെ അള്ളാഹു പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, നിങ്ങളെ അവർ അംഗീകരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം അവരുടെ കൂട്ടത്തിൽ കിതാബ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കാതെ യാതൊരു റെസ്പെക്റ്റുമില്ലാതെ കിതാബിനോട് തുച്ഛമായ വിലക്ക് കിതാബ് വിറ്റുകളയുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ കിതാബിനോട് അവർ കൈക്കൊണ്ട നയവും നിലപാടും അങ്ങനെയാണ്. അവരുടെ സമീപനം അങ്ങനെയാണ് അവരുടെ കിതാബിനോട്. മാത്രവുമല്ല, സ്വന്തക്കാരെ പുറത്താക്കരുത് എന്ന് നിയമം കൊടുത്തപ്പോൾ അതുപോലും അംഗീകരിക്കാത്തവരാണ്. സ്വന്തക്കാരോട് പോലും അവരുടെ രീതി അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളവർ അംഗീകരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ഒരു സംഗതി, ഇതൊരു വാണിംഗാണ്, ഇതൊരു ഗുണപാഠമാണ്. ഇത് കൃത്യമായി പ്രവാചകനും സ്വഹാബാക്കൾക്കും ഒരു വാണിംഗ് ആയിട്ട് കൊടുക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ ലഅനത്ത് എന്തുകൊണ്ടാണ് അവരിൽ ഉണ്ടായത് എന്നതിൻ്റെ കാരണം കൂടിയാണ് ഈ വിശദീകരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്, കിതാബിനെ അവരിങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്തത്, അതുകൊണ്ടാണ് അവർക്ക് ലഅനത്തുണ്ടായത്. പിന്നീട് അള്ളാഹു ഇനി പറയുന്നത്, പ്രവാചകന്മാരോട് എவ்விதമാണ് അവരുടെ സമീപനം എவ்விதമായിരുന്നു പ്രവാചകന്മാരോട്. അള്ളാഹു പറയുന്നു, അവരിൽ ആദ്യം വന്ന നബി മൂസ അലൈഹിസ്സലാമാണ്, അവസാനം അവരിലേക്ക് വന്ന നബി ഈസ അലൈഹിസ്സലാമാണ്. അള്ളാഹു പറയുന്നു, വലഖദ് ആതൈന മൂസൽ കിതാബ, മൂസാക്ക് നാം അൽ കിതാബ് നൽകി, അഥവാ തൗറാത്ത് നൽകി. വഖഫൈന മിൻ ബഅദിഹി ബിർറുസുൽ, അദ്ദേഹത്തിന് ശേഷം അനേകം റസൂലുമാരെ, അനേകം ദൂതന്മാരെ തുടരെ നാം അയച്ചു. വാത്തൈന ഈസ ബിന മറിയമൽ ബയ്യിനാത്ത്, മറിയമിൻ്റെ പുത്രനായ ഈസാക്ക് നാം അൽ ബയ്യിനാത്ത് നൽകി, അഥവാ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകി, അടയാളങ്ങൾ നൽകി. അൽ ആയാത്തുൽ ബയ്യിന, അവിടെ അൽ ആയാത്ത് എന്ന് ഹദ്ഫുണ്ട്, അതായത് വ്യക്തമായ ആയത്തുകൾ നൽകി. വ അയ്യദിനാഹു, അദ്ദേഹത്തെ നാം ശക്തിപ്പെടുത്തി, ബി റോഹിൽ ഖുദുസ്, റോഹുൽ ഖുദുസിനാൽ ശക്തിപ്പെടുത്തി. ഈസാ അലൈഹി സ്വലാമിനെ പറയുമ്പോഴൊക്കെ ഇബ്നു മറിയം എന്ന് പ്രത്യേകം എംഫസൈസ് ചെയ്ത് പറയാറുണ്ട്. കാരണം ഒന്ന്, പിതാവില്ലാതെ ജനിച്ചതാണ്, രണ്ട്, ദൈവത്തിൻ്റെ പുത്രൻ എന്ന ഒരു തിയോളജി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി സ്വലാമിനെ കാണുന്നത്. റോഹുൽ ഖുദുസിനെ കുറിച്ചും അവർക്ക് തെറ്റിദ്ധാരണയുണ്ട്. അവർ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട് എന്നാണ് കരുതുന്നത്. അതിലൊന്ന് പുത്രനാണ്, മറ്റൊന്ന് റോഹുൽ ഖുദുസാണ്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും, അങ്ങനെ 3 ദൈവ വ്യക്തികൾ ചേർന്നതാണ് അവരുടെ ദൈവം. അതുകൊണ്ട് തന്നെ ഈ കാര്യം അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് ഖുർആനിൽ. റോഹുൽ ഖുദുസ് എന്താണ്, റൂഹ് എന്താണ് എന്നൊക്കെ വ്യക്തമായിട്ട് പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയത് എவ்விதമാണ് എന്ന് സൂറ മാഇദയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇത് ഖാലല്ലാഹു യാ ഈസ ബിന് മറിയം, മറിയമിൻ്റെ പുത്രനായ ഈസയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ സന്ദർഭം അള്ളാഹു പറയുന്നതാണ്. യാ ഈസ ബിന് മറിയം എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഉദ്കുർ, നീ സ്മരിക്കുക, ഓർക്കുക, നിഅമത്തി അലൈക വഅലാ വാലിദത്തിക, താങ്കൾക്കും താങ്കളുടെ മാതാവിനും നാം നൽകിയ നിഅമത്തുകളെ, എൻ്റെ നിഅമത്തുകളെ, താങ്കൾക്കും മാതാവിനും നൽകിയ നിഅമത്തുകളെ. ഇത് അയ്യത്തുക ബി റോഹിൽ ഖുദുസ്, റൂഹുൽ ഖുദുസിനാൽ താങ്കളെ ശക്തിപ്പെടുത്തിയതും. അപ്പോൾ ആ സന്ദർഭവും ഓർക്കുക. എങ്ങനെയാണ് തുകല്ലിമുന്നാസ ഫിൽ മഹിദി വ കഹില, താങ്കൾ തൊട്ടിലിലായിരുന്നപ്പോഴും ജനങ്ങളോട് സംസാരിച്ചു, യൗവനത്തിലും സംസാരിച്ചു. ആ 2 സമയത്തും റൂഹുൽ ഖുദുസിൻ്റെ ബോധനത്താലാണ്. തൊട്ടിലായിരുന്നപ്പോഴും അതെ, വളർന്ന് വലുതായപ്പോഴും താങ്കൾ സംസാരിച്ചത് റൂഹുൽ ഖുദുസിൻ്റെ ബോധനത്താലാണ്. വൈദ് അല്ലംതുകൽ കിതാബ വൽ ഹിക്മ, താങ്കൾക്ക് നാം കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു, ഞാൻ കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു. അതായത് വത്തൗറാത്ത വൽ ഇഞ്ചീൽ, തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ചു. തൗറാത്താണ് നിയമം, ഇഞ്ചീൽ എന്നത് അത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിൻ്റെ ഹിക്മത്താണ്. വൈദ് തഖ്ലുഖുമിനത്വീനി കഹൈഅത്തി ത്വയ്രി, താങ്കൾ കളിമണ്ണിൽ നിന്നും ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കി, ബി ഇതിനീ, എൻ്റെ ഇതിനോടുകൂടെ, എൻ്റെ അനുവാദത്തോടെ. ഫതൻഫുഖു ഫീഹ ഫതകൂനു ത്വയ്റൻ ബി ഇതിനി, അതിലൂതുകയും അത് ഒരു ത്വയ്ർ, പക്ഷിയാകുകയും ചെയ്തത് ബി ഇതിനീ, എൻ്റെ ഇതിനോടുകൂടിയാണ്. വതുബിരിയുൽ അക്മഹ വൽ അബ്റസ ബി ഇതിനി, താങ്കൾ കുഷ്ഠരോഗിയെയും അതുപോലെ അന്ധനെയും സുഖപ്പെടുത്തിയത് എൻ്റെ അനുവാദത്തോടെയാണ്.
വൈദ് തുഹ്രിജുൽ മൗത്ത ബി ഇതിനി, മരിച്ചാളെ എഴുന്നേൽപ്പിച്ചതും ബി ഇതിനി എൻ്റെ അനുവാദത്തോടെയാണ്, എൻ്റെ പെർമിഷനോടെയാണ്. വൈദ് കഫഫ്തു ബനി ഇസ്രായേൽ അങ്ക, താങ്കളിൽ നിന്ന് ബനു ഇസ്രായേലിനെ ഞാൻ തടഞ്ഞു. ഇത് ജിഅ്തഹും ബിൽ ബയ്യിനാതി ഫഖാല അല്ലദീന കഫറു മിൻഹും ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. സൂറ മാഇദയിൽ പറയാണ്, എவ்விதമാണ് അദ്ദേഹത്തിന് റൂഹുൽ ഖുദ്സിനാൽ അള്ളാഹു ശക്തി നൽകിയതെന്ന്. അതുകൊണ്ട് ഇവരുടെ ഈ അതിരുകവിയൽ, ഇവരുടെ ഈ ദുർവ്യാഖ്യാനം, അള്ളാഹു അതിനെക്കുറിച്ച് സൂറ നിസായിൽ പറയുന്നുണ്ട്. യാ അഹ്ലൽ കിതാബ്, അഹ്ലുൽ കിതാബെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്, ലാ തഗ്ലൂഫി ദീനിക്കും, നിങ്ങളുടെ ദീനിൽ ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ എവിടെയോ കാട് കയറിപ്പോകരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹക്ക്, സത്യമല്ലാത്തതൊന്നും അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കെട്ടിവെക്കരുത്. ഇന്നമൽ മസീഹു ഈസബിന് മറിയമ, മസീഹ് അൽ മസീഹ് എന്ന് പറയുന്ന മിഷിഹ നിങ്ങൾ പറയുന്ന ഈസബിന് മറിയമുണ്ടല്ലോ, അത് റസൂലുള്ള, അള്ളാഹിൻ്റെ ഒരു റസൂലാണ്. വ കലിമത്തുഹു, അവൻ്റെ ഒരു കലിമത്താണ്. അൽഖഹ ഇല മറിയമ വ റൂഹും മിൻഹു, മറിയമിലേക്ക് നൽകിയ അവൻ്റെ ഒരു കലിമത്തും അവൻ്റെ ഒരു റൂഹുമാണ് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു തന്നെ വിശേഷിപ്പിച്ച വിശേഷണങ്ങളാണിത്. ഇതിനെയൊക്കെ വ്യത്യസ്ത രീതിയിൽ അവർ വ്യാഖ്യാനിച്ചതാണ്. അള്ളാഹു ഈ വിശേഷണത്തേക്ക് എടുത്തു കളയുന്നില്ല. യഥാർത്ഥ ഉദ്ദേശം ഈ വിശേഷണങ്ങളുടേത് എന്താണ് എന്നാണ് ഖുർആനിൽ പറയുന്നത്. അള്ളാഹു പറയുന്നു, വാമിനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കൂ, അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കൂ. വലാ തഖൂലു സലാസ, 3 എന്ന് നിങ്ങൾ പറയരുത്, 3 വ്യക്തികൾ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. റൂഹുൽ ഖുദ്സ് എന്ന് വിശേഷിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. ചിലപ്പോഴൊക്കെ റൂഹ് എന്ന് മാത്രവും റൂഹ് എന്നൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും. സൂറ മറിയമിൽ തന്നെ കാണാം, ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ, അവർ മറിയം ബീവി അവരിൽ നിന്നും, യഹൂദരിൽ നിന്നും ഒരു ഹിജാബ്, ഒരു മറ സ്വീകരിച്ചപ്പോൾ, മറക്കപ്പുറത്ത് അവർ അധിവസിച്ചപ്പോൾ, ഫർസൽന ഇലൈഹ റൂഹന, അവരിലേക്ക് നമ്മുടെ റൂഹിനെ നാം അയച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. ജിബ്രീലിനെ അയച്ച കാര്യം പറയുകയാണ്, അവിടെ റൂഹ് എന്നാണ് ഉദ്ദേശിച്ചത്. എന്നിട്ടോ ഫതമസ്സല ലഹ ബഷറൻ സവിയ, നല്ല ഒരു മനുഷ്യരൂപത്തിൽ, ഒരു നല്ല ഫിസിക്കൽ ബോഡി അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. ഫതമസ്സല, അദ്ദേഹം ആ രൂപം കൈകൊണ്ടു. റൂഹ് നല്ലൊരു മനുഷ്യരൂപം പൂണ്ടു. കാലത്ത്, അപ്പോൾ മറിയം ബീവി പറയുന്നുണ്ട്, ഇന്നി ഔദു ബിർ റഹ്മാൻ, ഞാൻ റഹ്മാനിൽ അഭയം തേടുന്നു, മിങ്ക, താങ്കളിൽ നിന്ന്, ഇൻ കുന്ത തക്കിയ, താങ്കൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ, താങ്കൾ തക്കുവ കൈക്കൊള്ളുകയും താങ്കൾ ഭയപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മറിയം ബീവി അങ്ങനെ പറയുന്നത്. മറിയം അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞപ്പോൾ ആ മലക്ക് പറയുന്നു, കാല ഇന്നമ അന റസൂലു റബ്ബിക്ക്, ഞാൻ നിൻ്റെ റബ്ബിൻ്റെ റസൂലാണ് എന്ന്, നിനക്കൊരു കുട്ടിയെ സന്തോഷ വാർത്ത നൽകാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു. ലി അഹബലക്കി ഗുലാമൻ സക്കിയ, പരിശുദ്ധനായ ഒരു കുട്ടിയെ നൽകാൻ വേണ്ടി വന്നതാണ്. അതുപോലെ അള്ളാഹു റൂഹ് എന്നുള്ളത് സാധാരണ രീതിയിലുള്ള ആത്മാവ് എന്ന അർത്ഥത്തിലും ഖുർആനിൽ പ്രയോഗിച്ചത് കാണാൻ കഴിയും. മലക്കിന് പ്രയോഗിച്ചിട്ടുണ്ട്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, സൂറ മറിയമിൽ പറഞ്ഞത്. അല്ലാതെ സാധാരണ ആത്മാവ്, മറിയം അലൈഹിസ്സലാമയിൽ തന്നെ അള്ളാഹുവിൻ്റെ ആത്മാവിനെ ഊതി എന്ന് പറയുന്നു. വല്ലാത്തി അഹ്സനത്ത് ഫർജഹ, തൻ്റെ ചാരിത്രം സംരക്ഷിച്ച ആൾ, അതായത് മറിയം. ഫനഫഹ്ന ഫീഹ, അവളിൽ നാം ഊതി, മിർ റൂഹിന, നമ്മുടെ റൂഹിനെ അവളിൽ ഊതി. വജഅൽനാഹ, അവളെ നാം ആക്കി, വബ്നഹ, അവളുടെ കുട്ടിയെയുമാക്കി, ആയത്തൻ ലിൽ ആലമീൻ, മൊത്തം മനുഷ്യർക്ക് ഒരു തെളിവാക്കി, ദൃഷ്ടാന്തമാക്കി. അവിടെ അള്ളാഹു പറയുന്ന നമ്മുടെ റൂഹിനെ നൽകിയെന്ന, ആദമിന് റൂഹിനെ ഊതി, മറിയമിൽ റൂഹിനെ ഊതി എന്നാണ്. അതുപോലെ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോഴും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മലക്കുകളോട്, ഞാനവനെ സൃഷ്ടിച്ച് അവനെ ഫാഷൻ ചെയ്ത് കഴിഞ്ഞാൽ, രൂപപ്പെടുത്തിയാൽ, വൈദാ സവ്വൈത്തുഹു വ നഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ റൂഹിനെ അവനിലേക്ക് ഊതിയാൽ ഫഖൗലഹു സാജിദീൻ, നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അവിടെയൊക്കെ ഉദ്ദേശിക്കുന്ന റൂഹ് നമ്മുടെ സാധാരണ രീതിയിലുള്ള ആത്മാവാണ്. അങ്ങനെയല്ലാതെ റൂഹുൽ ഖുദ്സ് എന്നും റൂഹുൽ അമീൻ എന്നും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിക്കാൻ തന്നെയാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. ഖുർആൻ പ്രവാചകന് അവതരിപ്പിച്ച് നൽകിയതും ഇറക്കിക്കൊടുത്തതും റൂഹുൽ അമീനാണ്, അഥവാ റൂഹുൽ ഖുദ്സാണ്. നമുക്ക് കാണാം, വൈന്നഹു ല തൻസീലു റബ്ബിൽ ആലമീൻ, ഇത് റബ്ബുൽ ആലമീനിൽ നിന്നുള്ള ഒരു തൻസീലാണ്, റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നസല ബിഹ റൂഹുൽ അമീൻ എന്നാണ്. ഇതിനെ ഇറക്കിയത് റൂഹുൽ അമീനാണ്, വിശ്വസ്തനായ റൂഹാണ്. അലാ കൽബിക്ക, നിൻ്റെ കൽബിലേക്ക്, ലിതകൂന മിനൽ മുൻദിരീൻ, നീ വാണിംഗ് നൽകുന്ന ആളിൽ പെടാൻ വേണ്ടിയിട്ട്. അതുപോലെ റൂഹുൽ ഖുദ്സ് എന്നും പറഞ്ഞിരിക്കുന്നു. സൂറ നഹ്ലിൽ പറയുന്നത്, വൈദാ ബദ്ദൽന ആയത്തൻ മക്കാന ആയത്തിൻ വല്ലാഹു അഅലമു ബിമാ യുനസ്സിൽ
ഖാലു ഇന്നമ അന്ത മുഫ്തരിം ബൽ അക്തറും ലാ യഅലമൂൻ. അവർ പറയാണ് നീ കെട്ടിച്ചമക്കുകയാണ്, പക്ഷെ അവർക്കധികം പേർക്കും അറിയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഖുൽ പറയുക, നസ്സലഹു റൂഹുൽ ഖുദുസ്, റൂഹുൽ ഖുദുസാണ് ഇതിനെ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കിയത്. മിർ റബ്ബിക, നിൻ്റെ റബ്ബിൽ നിന്ന്, ബിൽ ഹക്കി, സത്യസന്ധമായിട്ട് ഇറക്കിയതാണ്. ലിയുസബ്ബിത അല്ലദീന ആമനു, സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്താനാണ് ഘട്ടം ഘട്ടമായിട്ട് ഇതിനെ പരിശുദ്ധാത്മാവ് ഇറക്കിയത്. വഹുദം വ ബുശ്റാലിൽ മുസ്ലിമീൻ, സന്മാർഗമായിക്കൊണ്ടും മുസ്ലിമീങ്ങൾക്ക് സന്തോഷമായിക്കൊണ്ടും ഗ്ലാഡ് ന്യൂസ് ആയിക്കൊണ്ടും ഇതിനെ ഇറക്കിയത് റൂഹുൽ ഖുദുസാണ് എന്ന് അള്ളാഹു പറയുന്നു. അതുപോലെ അർറൂഹ് എന്നുള്ളത് ജിബ്രീൽ അലൈഹി സ്വലാമിന് മാത്രമായിട്ട് മലക്കുകളോടൊപ്പം ചേർത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. തഅറുജുൽ മലായിക്കത്തു വർറൂഹു ഇലൈഹി, അവനിലേക്ക് മലക്കുകളും റൂഹും അസെൻഡ് ചെയ്തു പോകും, ഉയർന്നു പോകും. ഫീ യൗമിൻ, ഒരു നാളിൽ, കാന മിഖ്ദാറു 50 അൽഫസന, 50,000 വർഷത്തെ ദൈർഘ്യമുള്ള ദിവസത്തിൽ. അള്ളാഹു അത്രക്ക് മേലെയാണ് എന്ന് വറാവുൽ വറാണെന്ന് പറയാൻ വേണ്ടി പറയാണ്. മലക്കുകൾ വരെ 50,000 വർഷത്തെ ഒരു ദിവസത്തിലാണ് അസെൻഡ് ചെയ്തു പോകുന്നത് എന്ന്. അതുപോലെ സൂറ നബയിൽ യൗമ യഖൂമു റൂഹു വൽ മലായിക്കത്തു സഫ, മലക്കുകളും അതോടൊപ്പം റൂഹും അഥവാ ജിബിരിയിലും വരിവരിയായിട്ട് നിൽക്കും. അന്നത്തെ ദിവസം നിൽക്കും, ആരും സംസാരിക്കില്ല, വളരെ അറ്റൻഷനോടെ എല്ലാവരും നിൽക്കും. ലായത്തക്കല്ലമൂന ഇല്ലാമൻ അതിനലഹു റഹ്മാൻ, റഹ്മാൻ അനുവാദം നൽകിയവനല്ലാതെ അന്ന് സംസാരിക്കില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാം. അവിടെ പറയുന്നത് മർറൂഹ് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുപോലെ തനസ്സലുൽ മലായിക്കത്തു വർറൂഹു എന്ന് പറയുന്ന സ്ഥലത്തും സൂറ അൽ ഖദറിൽ മലക്കുകൾ ഇറങ്ങും, ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഇറങ്ങും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു തനസ്സലുൽ മലായിക്കത്തു വർറൂഹു, റൂഹും ഇറങ്ങും. അവിടെയും റൂഹ് ഉദ്ദേശിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിക്കാൻ അർറൂഹ് എന്നും റൂഹുൽ ഖുദ്സ്, റൂഹുൽ അമീൻ എന്നും ഖുർആനിൽ പല ഇടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു സംഗതി, ഖുർആനിൽ വഹീനെ കുറിക്കാൻ വേണ്ടി റൂഹ് എന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നുണ്ട്, വമാക്കാൻ അലി ബഷരിൻ അൻ യുക്കല്ലിമഹുല്ലാഹു ഇല്ലാ വഹിയ, വഹിയിലൂടെ അല്ലാതെ അള്ളാഹു ഒരാളോട് സംസാരിക്കുക എന്നുള്ളത് ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതല്ല. വഹിയിലൂടെ മാത്രമേ ഒരാളോട് സംസാരിക്കുകയുള്ളൂ, അതർവൈസ് ഒരാൾക്ക് പോസിബിൾ അല്ല. വഹിയിലൂടെ മാത്രം, അല്ലെങ്കിൽ ഔമിൻ വറാ ഇ ഹിജാബിൻ, ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ശബ്ദം, അള്ളാഹു ശബ്ദം ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അള്ളാഹു ഒരു വറായിൽ നിന്നുകൊണ്ട്, ഒരു ഹിജാബിൻ്റെ വറായിൽ നിന്നുകൊണ്ട്, ഒരു മറയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട്, നമുക്കൊന്നും പ്രാപിക്കാൻ കഴിയാത്ത, നമുക്ക് സബ്ജക്റ്റബിൾ ആവാത്ത ഒരു തലത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു അവൻ്റെ സൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അള്ളാഹു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിലോ ഔ യുർസില റസൂലൻ, ഒരു റസൂലിനെ അയച്ചുകൊണ്ടാണ്. ഫയൂഹിയ ബി ഇതിനിഹി, അവൻ്റെ അനുവാദത്തോടുകൂടി ആ റസൂൽ വഹി നൽകും. മായഷ, അവനുദ്ദേശിക്കുന്നത് നൽകും. ഇന്നഹു അലിയുൻ ഹക്കീം എന്ന് പറഞ്ഞ അള്ളാഹു പറയുന്നു, വകദാലിക ഔഹൈനാ ഇലൈക, അങ്ങനെയാണ് താങ്കൾക്ക് വഹി നൽകിയത്. റൂഹൻ മിൻ അംറിന, നമ്മുടെ അംറിൻ്റെ റൂഹിനെ, നമ്മുടെ കൽപ്പനകളുള്ള റൂഹിനെ താങ്കൾക്ക് അങ്ങനെയാണ് ബോധനം നൽകിയത്. ആ റൂഹ് ഉദ്ദേശിച്ചത് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിന് ബോധനം നൽകപ്പെട്ട എല്ലാ അധ്യാപനങ്ങളുമാണ്, വഹീനെയാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് പറയുന്നു, മാ കുന്ത തദ്രീമൽ കിതാബു വലൽ ഈമാൻ, താങ്കൾക്കറിയില്ലായിരുന്നു എന്താണ് കിതാബ്, എന്താണ് ഈമാൻ എന്നൊന്നും. വലാക്കിൻ ജഅൽനാഹു നൂറൻ, എന്നാൽ അതിനെ നാം നൂറാക്കിയിരിക്കുന്നു, താങ്കളുടെ കൽബിലേക്ക് ഇറക്കി അതിനെ നൂറാക്കിയിരിക്കുന്നു. ആ റൂഹിനെ അള്ളാഹു പറയുന്നത് നൂറാണ്. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, നമ്മുടെ അബദുകളിൽ, അടിമകളിൽ നാം ഉദ്ദേശിക്കുന്നവരെ അതുവഴി നാം ഗൈഡ് ചെയ്യുന്നു. അപ്പോൾ കൽബിന് നൽകുന്ന റൂഹ്, കൽബിന് നൽകുന്ന വഹീനെ റൂഹ് എന്നാണ് പറയുന്നത്, അതിനെ നൂറ് എന്നും പറയുന്നു. ശരീരത്തിൻ്റെ ആത്മാവ് പോലെ കൽബിൻ്റെ ആത്മാവാണ് അള്ളാഹു നൽകുന്ന വഹി. അതുകൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മറ്റനേകം ഇടങ്ങളിൽ വഹീനെ കുറിക്കാൻ വേണ്ടിയിട്ട് റൂഹ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. യസ്അലൂനക അനിർ റൂഹി എന്ന് പറഞ്ഞെടുത്തും ചില ആളുകളുടെ അഭിപ്രായം അത് വഹീനെക്കുറിച്ചാണ്. കാരണം വചനശൃംഖല അനുസരിച്ചിട്ട്, പറഞ്ഞു വരുന്ന ടോപ്പിക് അനുസരിച്ചിട്ട് വഹിയാണ് അവിടുത്തെ വിഷയം. സൂറ അൽ ഇസ്രായിൽ യസ്അലൂനക അനിർ റൂഹി, അവർ റൂഹിനെക്കുറിച്ച് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറയുന്നത് കുലിർ റൂഹു മിൻ അംരി റബ്ബി, അത് അള്ളാഹിൻ്റെ അമ്രിൽപ്പെട്ടതാണ് റൂഹ്. നിങ്ങൾക്ക് നൽകപ്പെട്ട ഇൽമു വളരെ കുറച്ചാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. എന്നിട്ട് പിന്നെ പറയുന്നത് വല ഇൻഷിഇന ലനദ്ഹബന്ന ബില്ലദി ഔഹൈന, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം താങ്കൾക്ക് വഹി നൽകിയത് എടുത്തു കളയുമായിരുന്നു. വഹീനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു സംഗതി പറയുന്നത്. അതുപോലെ മറ്റിടങ്ങളിലും അനേകം ഇടങ്ങളിൽ നമുക്ക് വഹീനെ കുറിക്കാൻ റൂഹ് എന്ന പദം ഉപയോഗിച്ചത് കാണാൻ കഴിയും. ഇവിടെ ഈ സൂറയിൽ പറയുന്നത്, സൂറ അൽ ബഖറയിൽ നമ്മൾ പറഞ്ഞെടുത്ത് റൂഹുൽ ഖുദ്സിനാൽ അദ്ദേഹത്തെ നാം ശക്തിപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു പറയുന്നു, അഫകുല്ലമാ ജാഅക്കും റസൂലും ബിമാല തഹ്വ അൻഫുസുക്കും, എപ്പോഴൊക്കെ നിങ്ങളിൽ
ഒരു റസൂല് വരുമ്പോഴും എപ്പോഴൊക്കെ ഒരു റസൂല് വന്നപ്പോഴും ബിമാല തെഹ്വ അംഫുസുക്കും നിങ്ങളുടെ നഫ്സ് ഇച്ഛിക്കാത്തതുമായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രബോധനം നടത്തിയപ്പോഴൊക്കെ ഇസ്തക്ക് പുറത്തും നിങ്ങൾ കിബർ ചെയ്തു, നിങ്ങൾ അഹങ്കരിച്ചു. എന്നിട്ടോ ഫരീഖൻ കദ്ദബ്തും ചിലരെ നിങ്ങൾ നിഷേധിച്ച് തള്ളി, ഫരീഖൻ തക്തുലൂൻ ചിലരെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അവർ തള്ളിയത് പ്രവാചകനാണെന്ന് അംഗീകരിക്കാതെയൊന്നുമല്ല, പ്രവാചകനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ബഹുമാനിച്ചില്ല, പ്രവാചകനെ അനുസരിച്ചില്ല, അങ്ങനെയൊക്കെയാണ് അവർ തള്ളിയത്. അതാണ് പറഞ്ഞത് കദ്ദബ്തും നിങ്ങൾ നിഷേധിച്ചു, ഫരീഖൻ തക്തുലൂൻ ചിലരെ നിങ്ങൾ കൊന്നും കളഞ്ഞു എന്ന് അള്ളാഹു പറയുകയാണ്.